നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ മണക്കാട് രഘുനാഥ് എന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യനെ. നമസ്കാരം. 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 ആള് ചില്ലറക്കാരനല്ല. മ്യൂസിക് ഡയറക്ടറാണ്, മ്യൂസിക് ആൽബം ഡയറക്ടറാണ്, സംഗീതജ്ഞനാണ്, ഗായകനാണ്, പ്രഭാഷകനാണ്, റൈറ്ററാണ്. അങ്ങനെ വിശേഷിപ്പിക്കാൻ ഒട്ടനവധി വിശേഷങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആകെയുള്ള 10 സെൻറ്റ് ഭൂമിയാണ്. ഈ 10 സെൻറ്റ് ഭൂമിക്കകത്ത് ഒരു വീടും വലിയ ഒരു നിബിഡ വനത്തിൽ പോകുന്നത് പോലെ തരത്തിൽ ഒരു വലിയ മരവും ചെറുതും വലുതുമായ മരങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭൂതി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അതാണ് എന്നെ ഏറെക്കുറെ ആകർഷണമായിരിക്കുന്നത്. താങ്കൾ ഈ മറ്റു മേഖലയോടൊപ്പം തന്നെ ഈ മരങ്ങളെ ഇത്രയും സ്നേഹിക്കുവാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ഈ സർപ്പക്കാവ് ഉണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ. സർപ്പക്കാട്ടി കിടന്ന് വളർന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പകൽ സമയത്ത്. അപ്പം പ്രകൃതിയോട് ഒരുപാട് മെർജായി പോയിട്ടുണ്ട് കുട്ടിക്കാലം പോലെ. അപ്പം ഈ പ്രകൃതിയുടെ ഒരു പൾസ് എനിക്കറിയാം. എൻ്റെ പൾസ് പ്രകൃതിക്ക് പറയും. അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ഈ മകരം കുംഭം മാസത്തിലെ ആ കൊടും ചൂട് സമയത്ത് പകല് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആ സൂര്യാഘാതങ്ങള് എല്ലാ വീട്ടിലും AC ഉണ്ടല്ലോ. ഈ വീട്ടിൽ AC ഇല്ല. അത് മാത്രമല്ല, ഫാൻ ഇടാൻ രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല. അത്ര കൂളിംഗ് ആണ്. ഇവിടെ ഇരിക്കുമ്പോൾ തോന്നില്ലേ? ഞങ്ങളുടെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ 190 രൂപ, 200 രൂപ, 220 രൂപ എന്ന് പറഞ്ഞാൽ AC-യുടെ ആവശ്യമില്ല. പ്രകൃതിദത്തമായ ഈ മരങ്ങള് ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അത് ഈ വീട്ടിൽ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും നാച്ചുറലായ തണലും തണുപ്പും ഓക്സിജനും രാത്രിയിലും ഓക്സിജൻ പുറത്തുവിടുന്ന ചെടികളും മരങ്ങളുമാണ് ഈ കാണുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില്ല. അണ്ണാൻ കുഞ്ഞിനും തന്നാലായി. അതുകൊണ്ട് പലരും വരാറുണ്ട് ധ്യാനം ചെയ്യാനും വെറുതെ ഇരിക്കാനായിട്ട്. ഇപ്പൊ എന്നെ കൊണ്ട് തന്നെ ഇതിവിടെ കണ്ടിട്ട് പല വീടുകളിലും ഇപ്പൊ ഇതുപോലെ ചെയ്യിക്കുന്നുണ്ട്. ആത്മീയ പ്രഭാഷണം, ക്ഷേത്രങ്ങളും അങ്ങനെ സ്കൂൾ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, +2 വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിനെ ഒന്ന് അടക്കി കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ചില പിന്നെ പ്രാക്ടീസുകളുണ്ട്. ഗീത പഠിപ്പിക്കാറുണ്ട്. ഇവിടെ ഈ ചൂട് കൂടും തോറും മഴക്കാലത്ത് മഴ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് സിമ്പിൾ ലോജിക്കാണ്. കടലിലുള്ള വെള്ളം ശക്തമായ ചൂട് കൂടിക്കൊണ്ടേയിരുന്ന ഇത് ആവിയായി മേപ്പോട്ട് പോയ വെള്ളം താഴെ വീണേ പറ്റും. വർഷകാലത്ത് മഴ കൂടുന്നതും വേനൽക്കാലത്ത് ചൂട് കൂടുന്നതും. ഇപ്പൊ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടി തിരിച്ചു പിടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ: മരങ്ങൾ ആവോളം വെച്ച് പിടിപ്പിക്കുക. ദയനീയമായ ചില കാഴ്ച കാണാറുണ്ട്. ഒരു കാരണവും ഇല്ലാതെ മരം മുറിച്ച് കളയുക. മരങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് പ്രകൃതി തന്നിരിക്കുന്നത്. ഫർണിച്ചർ വേണം, വീട് വെക്കണം, എല്ലാത്തിനും വേണം. പക്ഷെ ഒരാവശ്യവും ഇല്ലാതെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, ചെത്തി വാരി വൃത്തിയാക്കി പിന്നെ മരുഭൂമി പോലെ മുറ്റമിട്ട് കണ്ണാടി പോലെ ആക്കുക. പക്ഷെ ആ വീട്ടിന്റെ സിറ്റൗട്ടിൽ ഈ പറഞ്ഞ വേനൽക്കാലത്ത് നമുക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അന്തരീക്ഷം ഭയങ്കര ചൂടാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. മാനസികമായി ഉണ്ടാവും, ശാരീരികമായി ഉണ്ടാവും. മനുഷ്യന്റെ ബ്രെയിൻ കൂടുതൽ ഓവർ തിങ്കിങ് അടക്കം. ആൾക്കാർക്ക് ദേഷ്യം കൂടും ഈ വേനൽക്കാലത്ത്. കാരണം മനുഷ്യന് സഹിക്കാവുന്ന ചൂടിനും അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു പരിഹാരം: കണ്ടമാനം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങളെ സംരക്ഷിക്കുക, കൂടുതൽ വെച്ച് പിടിപ്പിക്കുക. കാവുകളൊക്കെ പോയി ക്ഷേത്രങ്ങളിൽ നിന്ന്. അത്യാധുനികമായ ഈ പിന്നെ തലമുറകൾ വന്ന് ഭരണ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ടും അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇന്ന് പണ്ട് കണ്ടത്രയും കാവുകളൊന്നുമില്ല. ഈ കാവുകളുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നോക്കിയേ, ഇവിടെയൊക്കെ ഒരുതരം അഴുക്ക് പോലെ തോന്നും. ഈ മരങ്ങളുടെയും ഇലകളും ചുള്ളികളും പക്ഷി മൃഗാദികളുടെ കാഷ്ടങ്ങളും എല്ലാം വീണ് ദ്രവിച്ച് പൊടിഞ്ഞ് ജൈവ സമ്പുഷ്ടമായ ഒരു മണ്ണാണ്. ഇവിടെ പുതിയ പുതിയ ജനുസുകൾ, ജീവജാലം ഉണ്ടാവും. അത് നമുക്ക് മനുഷ്യർക്ക് റെസിസ്റ്റിംഗ് പവറായിട്ട് നിൽക്കുകയാണ്. അവര് ഒരു വലയം തീർക്കും. ഇന്ന് നമ്മുടെ വീടുകളെല്ലാം കണ്ണാടി പോലെ ആക്കിയിട്ടിരിക്കുക. ശരിയാണോ? എന്തായാലും പറഞ്ഞാൽ ഇന്റർലോക്കും ഒക്കെ ചെയ്ത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഒരു ചട്ടി നോക്കും. ഇവിടെ ചെടിച്ചട്ടി വളരെ കുറവാണ്. പരമാവധി ചെടികളെയും മണ്ണിൽ നട്ടിരിക്കുകയാണ്. അവർ മറിഞ്ഞു വീണാൽ അവിടെ കിടന്ന് വളർന്നോളും. മനുഷ്യന്റെ ഒരു നിയമവും കാട്ടിനില്ല.
കാടിൻ്റെതായ ചില നിയമമുണ്ട്. അതിന് നമ്മൾ കയറി കടത്തരുത്. നമുക്ക് അവരതങ്ങ് ചെയ്തോളും. നട്ടു കൊടുക്കുക, വളരുന്നത് വരെ അവരെ സംരക്ഷിക്കുക, പിന്നെ വെറുതെ വിടുക. ഈ അയലത്തുകാർക്കെല്ലാം വളരെ സന്തോഷമാണ്. കാരണം വേനൽക്കാലത്ത് അവരൊക്കെ ഇവിടെ പകല് വന്ന് ഈ ഇറമ്പയിലും ഈ ഊഞ്ഞാലിലും ഈ ബെഞ്ചിലും ഒക്കെ വന്ന് ഇരുന്നവർക്കൊരു ആശ്വാസം. തണുപ്പ് ഭയങ്കര തണുപ്പ് ആണല്ലോ വേണ്ടത് വേനൽക്കാലത്ത്. അത് കിട്ടുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടറാണ്, ഗായകനാണ്. ഒരു ഗാനം നടിക്കുന്നു. നീ എന്ന പൂമര ചില്ലയൊന്നില്ലാതെ ഞാനെങ്ങനെ ചുറ്റി നിൽക്കും, ഇലയായിടും പിന്നെ മുട്ടായിടും, പുഷ്പിണിയായി ഞാൻ മാറും, പുഷ്പിണിയായി ഞാൻ മാറും. ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി. ഓക്കെ താങ്ക് യു. വന്നത് സന്തോഷം. ഇനിയും വരണം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വന്നാൽ ഒരു ചായയോ മറ്റൊന്നും തരാൻ പറ്റില്ല. ചായയൊക്കെ എവിടെ നിന്നും കിട്ടും. താങ്കളിൽ നിന്ന് കിട്ടിയ അറിവുകൾ എല്ലായിടത്തും കിട്ടും. ഓക്കെ സന്തോഷം.